ഗൈസ്, ദിസ് ഈസ് ദ വെഡിങ് ഡേ കണ്ണൂർ വ്ലോഗ് പാർട്ട് 3. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഓൾറെഡി ഒരു ഇൻട്രോ പറഞ്ഞു വെച്ചിട്ടുണ്ട്, പക്ഷെ അത് സാരി ഉടുത്തതിൻ്റെ പറഞ്ഞേ, പക്ഷെ നിങ്ങൾ ഇതിവിടെ കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് സാരി എടുക്കുന്ന രംഗങ്ങളാണ് സുഹൃത്തുക്കളെ. നീരജനെ സാരി ഉടുപ്പിക്കുകയാണ്. ഇനി നാളെ ഞങ്ങൾ 4 പേരെയും, ഞങ്ങളെ 3 പേരെയും അവൾ തന്നെയാണ് സാരി ഉടുപ്പിച്ചത്. അപ്പോൾ ഈ കാണുന്നത് എൻ്റെ സാരി ഉടുത്തിട്ട് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഭാവങ്ങളാണ്. ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, അതിങ്ങനെ എന്തോ പറയുന്നുണ്ട്. അപ്പൊ അടുത്ത ഇൻട്രോ വരുന്നുണ്ട്. വെൽക്കം ബാക്ക് ടു another vlog of just a short. അപ്പോൾ ഇന്നാണ് നമ്മുടെ തലശ്ശേരി കല്യാണം ഡേ അഥവാ വെഡിങ് ഡേ. അപ്പോൾ ഞങ്ങളവിടെ കുറച്ച് മേക്കപ്പിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പതിയെ ഒരുങ്ങാൻ തുടങ്ങുന്നത്. നമുക്ക് ഇവിടെ നിന്ന് 9:30 ഇറങ്ങേണ്ടത്. അപ്പോൾ ഞങ്ങളെന്താ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ. അപ്പോൾ ഞാൻ സാരി എടുത്തു. ഇത് മൈ മമ്മീസ് സാരിയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഞാനിത് എന്താ പറയുക, ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. എനിക്ക് അപ്പോൾ വലിയ ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ ഇപ്പോൾ ഗൈസ് അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി ഇതാണ് ഗൈസ് ഞങ്ങളുടെ മുറി. ഇതിപ്പോൾ ഒരു അലങ്കോലപരമായിട്ടുണ്ട്. അപ്പോൾ ഈ മുറിയിൽ ഞാനും അൽസയും നീരജയും മഞ്ജു, ഞങ്ങൾ ഇത്രയും പേരാണ്. ബാക്കി അപ്പുറത്തെ റൂമിൽ ജൂനിയേഴ്സ് ഉണ്ട്. ഇതാണ് അവരുടെ റൂം. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്. അവിടെ പോയിട്ടാണ് ഞങ്ങൾ മേക്കപ്പ് സംഭവമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ സാരി റെഡിയാക്കി ഇട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ബാക്കി വിശേഷമായിട്ട് കാണാം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഞങ്ങൾ ഗെറ്റ് റെഡി വിത്ത് അസ് എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷെ പാളിപ്പോയി. പിന്നെ ഞങ്ങൾ മിററിൽ കിടന്ന് ഡാൻസ് കളിക്കുന്നതാണ് ആ കാണുന്നത്. ഇത് കുറച്ച് പ്രഹസനമാണ്. അങ്ങനെ ഞാൻ റെഡി ആവുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം നീരജ അവിടെ നോക്കാൻ പറയുന്നതാണ്. അതിനെ നോക്കി ഇതാ റെഡി ആവാണ്. ഇതാണ് ഗൈസ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക്. ഇങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സാരി ഉടുത്തതാണെങ്കിലും സാരിയാണെങ്കിലും മൊത്തത്തിൽ ബ്ലൗസ് ഈ സാരിയുടെ അല്ല, പക്ഷേ ഇത് അടിപൊളി മാച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമായി ഗൈസ്. ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. സോ ഇങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു മറ്റേ ട്രാൻസിഷൻ എടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അതുതന്നെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ കൊണ്ടാട്ടം റീലെടുക്കാനും പ്ലാൻ ചെയ്തു. അത് എടുത്തുകൊണ്ടിരുന്ന് കൊണ്ടാട്ടം തീർക്കുന്നതിന് മുമ്പ് ബസ്സാരം വിളിച്ചുകൊണ്ട് പോകേണ്ട വന്നു. അതുകൊണ്ട് നമുക്ക് കൊണ്ടാട്ടം തീർക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ വേറെ കൊണ്ടാട്ടം എടുത്തിട്ട് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതും കാണാൻ മറക്കല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ നമ്മുടെ നവീശ്വര വീട്ടിലോട്ട് വിട്ടു. ഫുഡാണല്ലോ നമുക്ക് എപ്പോഴും മസ്റ്റ്. സോ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അപ്പോൾ ഇത് നവീച്ച് ഒരുങ്ങി സുന്ദരമായിട്ട് നിൽപ്പുണ്ട്. നമ്മുടെ ചെക്കൻ്റെ പെങ്ങളാണല്ലോ. ഞാൻ വീഡിയോ എടുക്കുകയാണ്. അപ്പം എന്തോ പറയുന്നുണ്ട്. ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ഇത് നമ്മുടെ ജൂനിയേഴ്സ് ആട്ടോ. അപ്പം നമ്മളെല്ലാവരും കൂടി ഇതാ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല വിശപ്പുണ്ട്. അപ്പം നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം. അപ്പോൾ അവിടെ ഇഡലി ആയിരുന്നു ഉണ്ടായിരുന്നു. ഞാൻ ഇഡലി സാമ്പാറും കഴിച്ചപ്പോൾ എനിക്ക് അൽസത എടുത്തു തരാണ്. കാരണം ഒരു കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് എടുത്തു തരാണ്. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അവിടെ വീണ്ടും പോയിരുന്നു നമ്മുടെ സ്ഥിരം സ്ഥലത്ത്. അപ്പം ഞാൻ എന്നെ കാണിക്കുകയാണ് കൂടാവരെയും. അപ്പം ഇപ്പം നമ്മുടെ നവീച്ച് വരുന്നുണ്ട്. നവീച്ചയായിട്ട് നമ്മളൊരു വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ സമയം ആവാറായിട്ടുണ്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് പോകാനുള്ള ബസ് വന്നിട്ടുണ്ട്. ഒരു 3-4 ബസ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ബസ്സിലല്ല പക്ഷെ പോയത്. അപ്പോൾ ചെക്കൻ ഇറങ്ങിയിട്ട് നമ്മൾ പോകാനായിട്ടാണ്. അപ്പോൾ ഇതാ അടുത്ത വ്ളോഗറുള്ള വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ചെക്കൻ ഇതാ കാറിൽ കയറിയിട്ടുണ്ട്. ചെക്കൻ്റെ പെങ്ങളും കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന ഒരു ട്രാവലറിലാണ്. സോ നമ്മൾ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗായ്സ് ഇവിടെ ഒരു വ്ളോഗർ ഉണ്ട്. ഗായ്സ് വ്ളോഗേഴ്സ് തമ്മിൽ. അപ്പൊ ഞങ്ങൾ ഒരേ സമയം അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നിട്ട് വീഡിയോ എടുക്കുകയാണ്. അതാണ് നേരത്തെ കണ്ടത്. അപ്പൊ അവള് വീഡിയോ എടുക്കാൻ നിർത്തി. ഞങ്ങൾ ഇനി ബസ്സിൽ കയറാൻ പോവാണ്. അപ്പൊ അതിന് മുമ്പിൽ
ഈ ബസ് പോകുന്നുണ്ട്. ഇതിൽ കസിൻസും റിലേറ്റീവ്സും ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. ഞങ്ങളുടെ കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ്റെ ഫ്രണ്ട്സ്, അതായത് നവീസിലെ ബ്രദറിൻ്റെ ഫ്രണ്ട്സും അങ്ങനെയുള്ള കുറച്ച് പേരുമായിട്ടാണ്. ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ ഈ ട്രാവലറിൽ. നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന 2 വണ്ടികളുണ്ട്. അപ്പം നമുക്ക് ഓഡിറ്റോറിയത്തിൽ ചെന്നിട്ട് കാണാം. ഇതിനിടയ്ക്ക് ഇവിടെ 2 മഹത് വ്യക്തികൾ കിടന്നുറങ്ങുന്നുണ്ട്. 5 ഉറങ്ങുന്നത് എനിക്ക് ഞാൻ എടുത്തായിരുന്നു, പക്ഷേ വീഡിയോയിൽ ഇപ്പം ഞാൻ നോക്കുമ്പോൾ അത് കാണുന്നില്ല. നീരജ് ഉറങ്ങുന്നത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. സാരമില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ ഫൈനലി ഇത് കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ ചെന്നിരിക്കുകയാണ്. തലശ്ശേരി ബാങ്ക് ഓഡിറ്റോറിയം എന്നാണ് ഓഡിറ്റോറിയത്തിൻ്റെ പേര്. അപ്പോൾ അവിടെ ഫ്രണ്ട് വേറെ ഒരു ഫ്ലെക്സ് ഉണ്ടായിരുന്നു. എനിക്ക് ആഴ്ച വന്നപ്പോൾ ഇതായി നാദസ്വര കച്ചേരി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാ അവിടെ ഒരു നല്ല അടിപൊളി വാൾ പെയിൻറ്റിങ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളിത് കണ്ട് കുറച്ച് നേരം നിന്നു. അങ്ങനെ കഴിഞ്ഞപ്പോൾ ഇത് അപ്പുറത്ത് ഡ്രിങ്ക് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഡ്രിങ്കിൻ്റെ അടുത്തോട്ട് പോയി 2 ഗ്ലാസ് ഡ്രിങ്ക് കുടിച്ചു. ഗൈസ്, നല്ല ദാഹം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ മേളിലോട്ടാണ് നമ്മുടെ ഫങ്ഷൻ നടക്കുന്നത്. നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പം താലം എടുക്കാൻ വേണ്ടിയിട്ട് പെണ്ണിൻ്റെ സൈഡിലുള്ള ആൾക്കാർ ചെക്കനെ കൊണ്ടുവരാനാണ് തോന്നുന്നു, അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇതാ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി. നല്ല അടിപൊളി ഓഡിറ്റോറിയം ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഫുൾ AC ആയിരുന്നു. അതുപോലെ നല്ല ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കണ്ടോ, അടിപൊളിയാണ് ഗൈസ്. തലശ്ശേരി ബാങ്ക് ഓഡിറ്റോറിയം എന്നാണ് ഈ ഓഡിറ്റോറിയത്തിന്റെ പേര്. ഇങ്ങോട്ട് നോക്കൂ. നീരു നോക്കൂ, ശരിക്കും ആനന്ദ ശരിക്കും. ഓക്കെ, അപ്പൊ അതാ ഗൈസ് നമ്മുടെ ചെക്കൻ വരുന്നുണ്ട്. ഗൈസ്, നമ്മുടെ ചെക്കനെ വരവേറ്റുകൊണ്ട് നാദസ്വരവും വരുന്നുണ്ട്. ചെക്കൻ എൻട്രി ആണ് നിങ്ങൾ ഈ കാണുന്നത്. കൂടെ നമ്മുടെ ചെക്കൻ്റെ പെങ്ങളായിട്ടുള്ള നവീച്ചയുണ്ട്. മീശ പിടിച്ച ആളാണ് നമ്മുടെ ചെക്കൻ. അതിൻ്റെ പുറകെ നമ്മുടെ നവീച്ചി. സോ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ഇരിക്കുമ്പോഴാണ് ഗൈസ് അവിടെ ഒരാൾ കാണുന്നത്. വേറെ ആരുള്ള നമ്മുടെ വടകരയുടെ സ്വന്തം ഷാഫിക്ക വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ. ഷാഫിക്ക മാത്രമല്ല, നമ്മുടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാറ്, പിന്നെ അതുപോലെ തന്നെ KP കൃഷ്ണദാസ് സാറുകളുടെ ചെറിയച്ഛനാണ്. അങ്ങനെ ഒട്ടുമിക്ക എന്താ പറയുക, നമ്മുടെ മെയിൻ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പോയി ഷാഫിക്കായിട്ടൊരു സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഭയങ്കര പേടിയല്ല, എന്തോ ഒരു മടി, കാരണം എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിൽ ഷാഫിക്ക എല്ലാവരുടെ അടുത്തും അങ്ങോട്ട് കയറി ഹായ് കൈയൊക്കെ കൊടുക്കുക. നമ്മളെങ്ങനെ പോകുമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അവരെല്ലാം പറഞ്ഞു പോയിട്ട് വാ. അങ്ങനെ ഫൈനലി ഷാഫിക്കയുടെ ഫ്രണ്ട് ഇന്നൊരു വീഡിയോ എടുക്കാനും പറ്റി, സെൽഫി എടുക്കാനും പറ്റി. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം അതാ നമ്മുടെ അടുത്ത എൻട്രി ആയിട്ട് നമ്മുടെ പെണ്ണിനെ കൊണ്ടുവരുന്നുണ്ട്. ഫ്രണ്ടിൽ താലമൊക്കെ ആയിട്ട് എൻ്റെ പുറകിൽ നമ്മുടെ ചേച്ചി വരുന്നുണ്ട്. അതാണ് നമ്മുടെ പെണ്ണ്. ചേച്ചി ഭയങ്കര സിമ്പിൾ ലുക്കിലായിരുന്നു കേട്ടോ. സിമ്പിൾ ലുക്കിൽ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു ചേച്ചീനെ കാണാനായിട്ട്. അപ്പം നമുക്ക് ബാക്കി കാണാം. ഇവിടെ പിന്നെ വേറൊരു വെറൈറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെണ്ണിൻ്റെ ആൾക്കാർ തന്നെ വന്നിട്ടാണ് ചെക്കനെ സ്വീകരിച്ച് സ്റ്റേജിലോട്ട് കയറ്റുന്നത്. നമ്മുടെ ഇവിടെ ആലപ്പുഴ സൈഡിലൊന്നും അങ്ങനല്ല. അപ്പോൾ അത് നമുക്കൊരു എന്താ പറയുക, ഒരു പുതുമയായിരുന്നു.
പിന്നെ ഇത് അടുത്തൊരു വെറൈറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ താല കെട്ടി കഴിഞ്ഞിട്ടാണ് മറ്റേ മാല ഇടുന്നത്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്, മാല കെട്ടി കഴിഞ്ഞിട്ടാണ് താലി കെട്ടുന്നതും അങ്ങനത്തെ സംഭവമൊക്കെ ചെയ്യുന്നത്. അതും നമുക്കൊരു വെറൈറ്റി ആയിരുന്നു. മൊത്തത്തിലൊരു അടിപൊളി വൈബായിരുന്നു തലശ്ശേരി കല്യാണം. അപ്പോൾ ഇതാ നമ്മുടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാറും ഷാഫിക്കയും പിന്നെ KP കൃഷ്ണദാസ് സാറ് അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ട്. ഇതായി കണ്ടോ, ഇതാണ് ആ ഒരു ഫോട്ടോസ്. അവരെല്ലാവരും കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ്. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങൾ പതിയെ കാണാം. അപ്പോൾ ഇത് കല്യാണമൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. അപ്പം നമ്മൾ നേരെ വിട്ടത് പിന്നെ ഡൈനിങ് ഹാളിലോട്ടാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു. നല്ല വിശപ്പിന് മാത്രമല്ല, നമുക്ക് തലശ്ശേരി ഒന്ന് കറങ്ങാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ കല്യാണത്തിന്റെ പിറ്റേ ദിവസം നമ്മൾ അവിടെ നിന്ന് തിരിക്കും. സോ നമുക്ക് ആ ഒരു ഉച്ച കഴിഞ്ഞുള്ള ഒരു സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് ട്രിപ്പ് തന്നെ കയറി തലശ്ശേരി സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്യൂട്ട് കുട്ടീനെയും കണ്ടു. അപ്പൊ ഫൈനലി നമ്മുടെ സദ്യ വിളമ്പുവാണ്. ഓരോ സാധനം ഇടുന്നതനുസരിച്ച് ഞാനിങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് അൽസ വഴക്കറിഞ്ഞിട്ടാണ് ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് കഴിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ ആലപ്പുഴ സദ്യയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെയും കുറെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. കറികളാണെങ്കിലും എല്ലാം കുറെ ഡിഫറെന്റ് ആയിരുന്നു. പിന്നെ ഇവിടെ ആണെങ്കിൽ പരിപ്പ് ഒന്നും അങ്ങനെ മെയിൻ അല്ല. ഇവിടെ മെയിൻ സാമ്പാറാണ്. പിന്നെ പരിപ്പൊക്കെ തൊട്ടുകൂട്ടാൻ അങ്ങനത്തെയാണ്. പക്ഷെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ പൊന്നേരി വെച്ചിട്ടുള്ളതായിരുന്നു. നമുക്ക് 2 പായസം ഉണ്ടായിരുന്നു. ഒരു പായസം ഇച്ചിരി മധുരമൊക്കെ ഉള്ളായിരുന്നു. അപ്പൊ തൈക്കും കുട്ടികളെ കണ്ടു. ഞാൻ വീഡിയോ എടുക്കുന്നത് ഹായ് പറയാണ്. അപ്പൊ ഇത് നവീസിന്റെ ബ്രദർ ഉണ്ട്, നമ്മുടെ കല്യാണത്തിന്റെ പിള്ളേരാണ്. അതായത് ചേട്ടൻ അവരുടെ മാഷാണ്. അവർ പഠിപ്പിക്കുന്നുണ്ട് ചേട്ടൻ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നേരെ വീണ്ടും ഓഡിറ്റോറിയത്തിൽ വന്നൊന്ന് റെസ്റ്റ് എടുക്കാന്ന് വെച്ചിട്ട് ടയർഡായിരുന്നു. ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ടയർഡാവും. അപ്പൊ ഇത് അവിടെ ഇങ്ങനെ ഒരു വോൾ സംഭവം ഉണ്ടായിരുന്നു. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ ഏതൊക്കെ സ്ഥലമാണ് നമ്മൾ വിസിറ്റ് ചെയ്യേണ്ടത് അതൊക്കെ കാണിക്കുന്ന ഒരു വോളായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ നിന്ന് കുറെ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് കല്യാണം അടിച്ച് പൊളിച്ചു. ഇനി നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് തലശ്ശേരി ഒന്ന് കറങ്ങാന്നുള്ളതാണ്. തലശ്ശേരി വന്നിട്ട് തലശ്ശേരി കറങ്ങാന്ന് പോകുന്നത് ശരിയല്ലല്ലോ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.